അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്തുള്ള നിരീശ്വരവാദികൾക്ക് ലോകാവസാനം വരെ ഉണ്ടാകുന്ന നിരീശ്വരവാദികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സൂറത്തുണ്ട്, ഒരു അധ്യായമുണ്ട് ഖുർആൻ്റെ അകത്ത്. അത് ഇ.എ. ജബ്ബാറിനറിയാം. ഈ അധ്യായം ഖുർആൻ്റെ അകത്ത് ഉണ്ടായാൽ അത് നിരീശ്വരവാദികളെ സംബന്ധിച്ച് അവരുടെ ഉറക്കം കെടുത്തുന്ന അധ്യായമാണ്. ലോകാവസാനം വരെ ജനിക്കുന്ന നിരീശ്വരവാദികളുടെ ഉറക്കം കെടുത്താൻ ഈ ഒരൊറ്റ അധ്യായം മതി എന്ന് ഇ.എ. ജബ്ബാറിനറിയാം. എല്ലാ നിരീശ്വരവാദികൾക്കും അറിയാം. അപ്പം ആ സൂറത്തിനെ പറ്റി ഇ.എ. ജബ്ബാർ അഭിപ്രായപ്പെടുന്നത് എന്താണ്? ഏറ്റവും നീചമായ, ഏറ്റവും തെറി പറയുന്നൊരു സൂറത്താണിത് എന്നാണ് ഇ.എ. ജബ്ബാർ ജൽപ്പിക്കുന്നത്. കാരണം എന്താണ്? ഈ ഒരു സൂറത്ത് ഖുർആനിലുള്ള കാലത്തോളം നിരീശ്വരവാദികൾ നിരാശയിലായിരിക്കും. നിങ്ങൾ ഇ.എ. ജബ്ബാറിൻ്റെ വാക്കുകളൊന്ന് കേട്ട് നോക്കുക. 8 മറ്റൊരു അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് വാക്യങ്ങൾ, 5 വാക്യങ്ങൾ മാത്രമുള്ള ഖുർആനിലെ ഒരു ചെറിയ അധ്യായം. ഖുർആനിലെ ഇന്നത്തെ മുസ്ഹഫിലെ 111ാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള അധ്യായം അൽ മസദ് എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഈ മസദ് എന്ന വാക്കിന് ഈത്തപ്പനയുടെ നാരുകൊണ്ടൊക്കെ പിരിച്ചുണ്ടാക്കിയ കയറ് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കയറിനാണ് അന്ന് അറബികൾ മസദ് എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അധ്യായത്തിൻ്റെ ചർച്ചാ വിഷയം കയറല്ല, ഈത്തപ്പനയല്ല. ഇത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വന്തം മൂത്താപ്പയും മൂത്തമ്മയും ആയിരുന്ന 2 വ്യക്തികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പുലഭ്യം പറയുന്ന 4-5 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മൂത്താപ്പാനെ പറ്റിയും മൂത്തുമ്മാനെ പറ്റിയും പുലഭ്യം പറയുന്ന വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് പരിശോധിക്കാം. സംഭവത്തെക്കുറിച്ചും ഈ ഒരു അധ്യായത്തിൻ്റെ ഈ നെറികേടിനെക്കുറിച്ചും വിശ്വാസികളായ ആളുകൾക്ക് കാര്യമായി ഒന്നും പറയാനില്ല. ഈ സൂറത്തിനെ പറ്റി വിശ്വാസികൾക്കൊന്നും പറയാനില്ല എന്നാണ് ഇ.എ. ജബ്ബാർ പറയുന്നത്. വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ സൂറത്തിനെ പറ്റിയാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ, അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ, വത്തബ് അവനും നശിക്കട്ടെ എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തെ പറ്റിയാണ് വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം എന്താണ്? ഇന്നത്തെ നിരീശ്വരവാദികൾ നിരാശപ്പെടുന്നത് ഇവിടെയാണ്. അന്ന് അബൂലഹബിൻ ഇരിക്കുമ്പോൾ അബൂലഹബ് കേൾക്കെ ഈ അധ്യായം വിശ്വാസികൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അബൂലഹബ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അബൂലഹബിനോട് ആരും പറഞ്ഞു കൊടുത്തില്ല. അബൂലഹബിൻ്റെ ആൾക്കാർ ആരും പറഞ്ഞു കൊടുത്തില്ല. അബൂലഹബെ ഒരു തൽക്കാലത്തേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആകുക. എന്നാൽ പിന്നെ ഈ സൂറത്ത് ഖുർആൻ്റെ അകത്ത് ഉണ്ടാവില്ല. കാരണം എന്താ? ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചാൽ, മുസ്ലിം ആയാൽ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്ന കുറ്റങ്ങൾ, പാപങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അബൂലഹബ് തൽക്കാലം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അബൂലഹബെ ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി, എന്നാൽ അള്ളാഹുവിൻ്റെ ഈ വെല്ലുവിളി, ഈ വീരവാദം ഇവിടെ തകർക്കാം എന്ന് അബൂലഹബിന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരോ പറഞ്ഞു കൊടുക്കുകയോ അബൂലഹബിന് അങ്ങനെ ഒരു ബോധം തോന്നുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഖുർആൻ പൊളിഞ്ഞില്ലേ? ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, ഞാനിതാ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പൊളിഞ്ഞു. അള്ളാഹുവിൻ്റെ എല്ലാ വാദങ്ങളും അവിടെ തകരും. ഇത് അള്ളാഹുവാണ് പറയുന്നത്. അബൂലഹബ് ജീവിച്ചിരിക്കെ അബൂലഹബ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആയത്ത്. അനുയായികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏതായി അനുയായികൾ? അബൂലഹബിൻ്റെ ആൾക്കാരായിരുന്നു. അബൂലഹബ് വരുമ്പം എണീച്ച് നിൽക്കാൻ ഇരിക്കാൻ ധൈര്യമില്ലാത്തവരായിരുന്നു ഈ അനുയായികൾ.
പക്ഷേ അവർ മുസ്ലിങ്ങളായപ്പം അബൂലഹബിൻ്റെ മുമ്പിൽ കൂടി ഓടിച്ചാടി കളിക്കുന്നു. അബൂലഹബ് കേൾക്കെ ഒച്ചത്തിൽ തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന സൂറത്ത് ഓതുകയാണ്. അബൂലഹബ് ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്നത്തെ നിരീശ്വരവാദികൾ നിരാശപ്പെടുന്നത് അവർക്ക് ഉറക്കം കെട്ടുകൊണ്ടിരിക്കുന്നത്, ഉറങ്ങാൻ കഴിയാത്തത് അബൂലഹബ് എന്തുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞില്ല, അബൂലഹബിന് എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ലല്ലോ, ഇന്ന് ഖുർആൻ തകർന്ന് തെരിപ്പണമാകുമായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്ന് ചിന്തിച്ചിട്ട് നിരീശ്വരവാദികൾക്ക് ഉറക്കം വരുന്നില്ല. ലോകാവസാനം വരെ വരുന്ന നിരീശ്വരവാദികൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഇത് ചിന്തിച്ചിട്ട്. അങ്ങനത്തെ സൂറത്താണ്. ഇങ്ങനത്തെ ഒരു സൂറത്ത് ഖുർആനിൽ വേറില്ല. നിരീശ്വരവാദികളെ ഇത്ര നിരാശയിലാക്കുന്ന ഒരു സൂറത്തും ഒരായത്തും ഖുർആൻ്റെ അകത്ത് വേറില്ല. എന്നിട്ട് ജബ്ബാർ ചോദിക്കുന്നു, മുസ്ലിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, വിശ്വാസികൾക്ക് ഈ സൂറത്തിനെ പറ്റി എന്ത് പറയാനുണ്ട്? വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഈ സൂറത്തിനെ പറ്റിയാണ്. ഈ സൂറത്ത് അവതരിപ്പിച്ചത് അള്ളാഹു ആകുന്നു. അള്ളാഹുവിനറിയാം ഈ സൂറത്ത് അവതരിപ്പിച്ചാൽ, ഇത് അബൂലഹബ് കേട്ടാൽ അബൂലഹബ് ഒരിക്കലും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചത്. ഇത് വിശ്വാസികൾക്കറിയാം, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല എന്ന്. ഇതാണ് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജബ്ബാറെ, ഇതാ ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹു ആകുന്നു. ഇതിനെ തകർക്കാൻ ജബ്ബാറും ലോകത്തുള്ള സകല ജബ്ബാറിൻ്റെ കൂട്ടരും വിചാരിച്ചാലും സാധ്യമല്ല. ഈ സൂറത്ത്, ഈ അധ്യായം തബ്ബത്ത് യദാ അബീ ലഹബിൻ എന്ന അധ്യായം ഖുർആനിലുള്ള കാലത്തോളം നിരീശ്വരവാദികളെ നിങ്ങൾക്ക് മുണ്ടാൻ കഴിയില്ല.